പറയാറുള്ളത് മോനെ നമസ്കാരം അത് നമസ്കാരമാകണമടാ പൊന്നുമോര്. വെറും ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു അമല് മാത്രമല്ല, ഹൃദയം കൂടെ കടന്നു വരണം പൊന്നുമോര്. നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയം അല്ലാഹുവേ ഞാൻ നിൽക്കുന്നത് പടച്ച റബ്ബിന്റെ മുന്നിലാണെന്നുള്ള ബോധം നിനക്ക് കടന്നു വരണം. അങ്ങനത്തെ രീതിയിലാണ് നമസ്കരിക്കേണ്ടത്, അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. അങ്ങനെ നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം പറയാ സഹോദരാ. നമസ്കാരത്തിന്റെ മഹത്വം പറയുകയല്ലോ, ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലെയുള്ള നമസ്കാരം നമസ്കരിച്ചാ അവസാനം നമ്മൾ നരകത്തിലാ, വൈകുന്നു പറയുന്ന നരകത്തിലാ. പക്ഷേ അല്ലാഹുവേ ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനെ നമസ്കരിച്ചാ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ജുനൈദ് തങ്ങളുണ്ടല്ലോ, അവിടുന്ന് മരണപ്പെടുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. ജുനൈദുൽ ബഅദാദി തങ്ങൾ അവിടുന്ന് മരിച്ചു കിടന്ന സമയത്ത് മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. എന്തിനാ ജുനൈദുൽ ബഅദാദി തങ്ങളുടെ ചരിത്രം പറയുന്നത്? എന്തിനാ പറഞ്ഞവര്? നിങ്ങളുടെ നാട്ടിലും ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. ജബ്ബാർ ഉസ്താദ് ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടവരാ നിങ്ങൾ. ഇതുപോലെ ഒരുപാട് മഹാന്മാരായ സമസ്തയുടെ പണ്ഡിത മഹത്തുക്കള് നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാണ്, നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാണ്. മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിച്ചിട്ട് പോയവരാ. മഹാനായ ജുനൈദുൽ ബഅദാദി തങ്ങള് അവിടുന്ന് മരിച്ചു കിടക്കുമ്പോ ചിരിക്കുകയാ, മുഖത്ത് വല്ലാത്ത പ്രകാശവാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും പറയാറുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവര്, എന്റെ പെങ്ങന്മാര് പറയും, ഉസ്താദേ എന്റെ വാപ്പ മരിക്കാൻ കിടന്നപ്പോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തത്. എന്റെ ഉമ്മ സംസം വെള്ളം കുടിച്ചു, എന്റെ ഉമ്മ സംസം വെള്ളം കുടിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞു. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടാ എന്റെ ഉമ്മ യാത്രയായത്. ഉമ്മ കറുത്തതായിരുന്നെങ്കിലും മരിച്ചു കിടന്നപ്പോ ഉമ്മാടെ മുഖത്ത് പ്രകാശവാ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ. കാരണമെന്തേ പെങ്ങള്? വെള്ളിയാഴ്ച ദിവസം മരിക്കാനുള്ള കാരണമെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്.